ഏറ്റുമാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണായി UDF അംഗം പുഷ്പ വിജയകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. പുഷ്പ വിജയകുമാറിന് 20 വോട്ടുകൾ ലഭിച്ചപ്പോൾ NDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഉഷ സുരേഷിന് 7 വോട്ടും LDF സ്ഥാനാർത്ഥി ഷൈല ജയ്മോന് 6 വോട്ടും ലഭിച്ചു. കോൺഗ്രസ് കൗൺസിലറായ സുബിൻ സാജുവിന്റെ വോട്ട് അസാധുവായി. 2 സ്വതന്ത്രർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നമ്മുടെ ഈ ഇലക്ഷൻ വളരെ വിജയകരമായി നടത്തി തന്ന പ്ലാനിംഗ് ഓഫീസറുള്ള ഭരണാധികാരി, അതോടൊപ്പം സാറിൻ്റെ ഒപ്പം ഇത്രയും ദിവസങ്ങൾ ഏറ്റുമാനൂരിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പരിഗണിച്ച സ്റ്റാഫ് അംഗങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഏറ്റുമാനൂർ നഗരസഭയിലെ സ്റ്റാഫ് അംഗങ്ങളെ, ഈ തെരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായി നടത്തിയതിന് ആദ്യമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. ഏറ്റുമാനൂരിൻ്റെ നഗരത്തിൻ്റെ ഒരു സമഗ്ര വികസനം ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. അതായത് അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, പ്രാദേശിക സാമ്പത്തിക വികസനം ഉൾപ്പെടെ വിവിധങ്ങളായ ക്ഷേമ പദ്ധതികളോടെ ഏറ്റുമാനൂർ നഗരസഭയെ ഒരു സ്ത്രീ സൗഹൃദ, ബാല സൗഹൃദ, വയോജന സൗഹൃദ നഗരസഭയാക്കി മാറ്റുന്നതിനുള്ള വിവിധ പദ്ധതികൾ നമ്മൾ ഒന്നായി ആലോചിച്ച് നടപ്പിലാക്കണമെന്നുള്ള ഒരാഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ ഓരോ കുടുംബത്തെയും അവരുടെ സന്തോഷസൂചിക, കുടുംബത്തിൻ്റെ സന്തോഷസൂചിക ഉയർത്താൻ നമുക്ക് സാധിച്ചാൽ ഇന്ന് നമ്മുടെ യുവതലമുറ അഭിമുഖീകരിക്കുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് സജീവമായി ഇടപെടാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒന്നായി നമ്മുടെ നഗരസഭയെ ഒരു സുവർണ രാവിലെ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ടോമി പുളിമാൻതുണ്ടം 21 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അനിൽകുമാർ വരണാധികാരിയായിരുന്നു.